ने हमें उसकी उपस्थिति में लाने के लिए अवसर दिया, इसलिए परमेश्वर को धन्यवाद करते हैं। കർത്താവിന്റെ മഹാസ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. परमेश्वर के उस अनोखे प्रेम के लिए हम परमेश्वर की स्तुति करें। നാം ദൈവഭാഗം ഒരുമിച്ച് കൂടി ദൈവത്തെ പാടി ആരാധിക്കുന്നു, നാം ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവജനം കേൾക്കുന്നു. എത്ര സന്തോഷമുള്ള അനുഭവങ്ങൾ. हम सब साथ मिलकर परमेश्वर की आराधना करते हैं, परमेश्वर से प्रार्थना करते हैं, वचन से सीखते हैं। कितने ही आनंद की बात है। അഭിഷിക്തന്മാരായ ദൈവദാസിദാസന്മാർക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. आए हुए श्री प्रभु के दास दासियों के लिए मैं परमेश्वर का धन्यवाद करता हूँ। നമ്മൾ എത്ര അനുഗ്രഹം പ്രാപിച്ചവരാണ്, എത്ര ഉന്നതമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയത്. परमेश्वर ने हमें कितने ही अनुग्रह से और कितने ही आशीष पदवी पर रखा है। ഈ കൂട്ടായ്മ എന്നുള്ളതിന് പുതിയ നിയമത്തിൽ വലിയ അർത്ഥമുള്ളൊരു പദമാണ് കൂട്ടായ്മ. ये जो हम परमेश्वर के सामने जो फेलोशिप करते हैं, परमेश्वर के सामने हम प्रार्थना करने के लिए इकट्ठा होते हैं, ये जो वचन में बहुत ही एक आशीषित बात कहलाई जाती है। ആമേൻ. ഭലഹി ആമേ. സത്യത്തിൽ നമ്മൾ ഒരുപാട് ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, സൂമിൽ നമ്മൾ ഏക മനസ്സോടെ ഏക ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. हम भले ही भारत के अलग अलग कोनों से, अलग अलग जगह से, प्रांतों से हम आते हैं, लेकिन ऑनलाइन में आकर हम संगति जब परमेश्वर के सामने करते हैं तो बड़ा ही आनंद लगता है। ഹല്ലേലൂയ. आमेन। ആമേൻ. സംഗതി യാ കൊയിനോനിയ ഫെലോഷിപ്പ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. जो संगति की जो बात आती है, ये बहुत ही पहली प्राथमिकता होनी चाहिए। ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. एक और बार मैं सभी को मैं नमस्कार कहता हूँ। പിതാക്കന്മാരെ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. जो हमारे सभी पासबानु जो आए हैं, उन सबको मैं धन्यवाद करता हूँ। എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള വന്ദനം അറിയിക്കുന്നു. सभी को मैं मसीही सलाम कहना चाहता हूँ, उत्तर प्रदेश के रायबरेली जिले से। ഞങ്ങൾ സമാധാനത്തോടെ ക്ഷേമത്തോടെ ദൈവത്തെ വേല ചെയ്തു വരുന്നു. हम बड़े ही आनंद के साथ और बड़े ही समाधान के साथ उस परमेश्वर की सेवा करते आए हैं। നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി നന്ദി പറയുന്നു. आप सबकी प्रार्थना के लिए परमेश्वर को धन्यवाद करता हूं। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करने വളരെ പ്രാധാന്യമുള്ള ഒരു ആത്മചിന്തയുമായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവഭാഗമായിരിക്കുക. बड़े ही प्रार्थना के साथ एक आत्मिक चिंता को लेकर, आत्मिक एक बात को लेकर आपके बीच में आया हूँ। ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. जो आज हमारा सीखने का बात है वो ये है कि परमेश्वर की प्रतिज्ञाओं पर हमें पूरा भरोसा रखना है। കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലുള്ള പൂർണ്ണ ഭരോസ യാ ട്രസ്റ്റ്, അതാണ് നമ്മുടെ ചിന്താവിഷയം. हमारा विषय यही है कि आज हम जो है परमेश्वर के द्वारा दी गई प्रतिज्ञाओं पर कितना और कैसे हम भरोसा रखें। എബ്രായ ലേഖനത്തിലെ ആദ്യ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. जो हम अगर इब्रानी की किताब उसका पहले शुरुआती अध्याय में अगर हम जाएंगे तो परमेश्वर की जो सेवा है, परमेश्वर ने किस प्रकार सेवा किया, उसके बारे में वहां लिखा हुआ है। നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷ ബാക്കി എല്ലാ പഴയ നിയമ വിഷയങ്ങളെക്കാളും ശ്രേഷ്ഠമായവയാണെന്നെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം പിന്നീടുള്ള 9-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലുള്ള ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. जो हमें ये इब्रानी की किताब है उसका शुरुआती जो 8 अध्यायों में इस प्रकार लिखा है कि परमेश्वर की सेवा के बारे में लिखा है, परमेश्वर ने किस प्रकार अलग से सेवा किया, और बाद में 9वें अध्याय से प्रभु ने जो वायदों के बारे में लिखा, प्रतिज्ञाओं के बारे में लिखा, उसकी प्राथमिकता के बारे में लिखा, उसकी महानता के बारे में लिखा। ആ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ 11-ാം അധ്യായത്തിൽ ഒരുപാട് വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. तो जब हम 11वें अध्याय में आते हैं तो विश्वास के वीरों के बारे में इस प्रकार वहां पे बहुत सारी चीजें लिखी हुई നാം ആ हैं। ലിസ്റ്റിങ്ങിനെ പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്കെല്ലാം സുപരിചിതമായ വാക്യങ്ങളാണ്. तो जो 11वें अध्याय में जब हम आते हैं तो अब्राहम के बारे में एक लेख वहां पे लिखा हुआ है, हम सबको ये लेख पता है। ആ വാക്യം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. तो वहां पे जो 11वां अध्याय है उसके 17वें और 18वें वचन में इस प्रकार लिखा है। 17वां पढ़ते हैं हम। विश्वास ही से अब्राहम ने परखे जाने के समय में इसहाक को बलिदान चढ़ाया। പിന്നെ വായിക്കുന്നു, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. और जिसने प्रतिज्ञा को सच माना था और जिससे ये कहा गया था इसहाक से तेरा वंश कहलाएगा, वही अपने इकलौते को चढ़ाने लगा। ശ്രദ്ധിക്കണമേ, ഇവിടെ ഒരു പദം ശ്രദ്ധിക്കണം. ആ പദം എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. यहाँ पे एक पंक्ति को लेकर मैं आज आपके बीच में आया हूँ। വാക്യം ഇതാണ്. മലയാളത്തിൽ 18-ാമത്തെ വാക്യത്തിലാണ് ഉള്ളത്. ഹിന്ദിയിൽ 17-ാം വാക്യത്തിലുണ്ട്. 18-ാം വാക്യത്തിൽ വായിക്കുന്നു, വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ. यहाँ पे मलयालम में ये 18वें वचन में लिखा है, लेकिन हिंदी भाषा में ये 17वें आयत में इस प्रकार लिखा है, और जिसने प्रतिज्ञाओं को सच माना था। പ്രതിജ്ഞാവോं को सच माना था. പ്രതിജ്ഞാവോं को सच माना. വാഗ്ദത്തങ്ങളെ
വിശ്വസിക്കുക, വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുക. വാക്യം വായിക്കുന്ന മലയാളത്തിൽ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ, प्रतिज्ञाओं वायदाओं को सच माना था. प्रतिज्ञाओं पर भरोसा रखना, प्रतिज्ञाओं को पकड़े रखना और प्रतिज्ञाओं को सच मानना. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ട അബ്രഹാം തന്റെ ഏകജാതനായവനെ യാഗമർപ്പിച്ചു. प्रतिज्ञाओं को सच मानने वाला अब्राहम अपने ही इकलौते पुत्र को बलिदान चढ़ाने जा रहा है. കർത്താവ് തന്നോട് അരുളി ചെയ്ത സകല വാഗ്ദത്തങ്ങളും ആമേൻ താൻ അതിൽ ട്രസ്റ്റ് ചെയ്തു, താൻ അത് സച്ച് മാനിയ, അത് സത്യമാണെന്നുള്ള ഒരു ട്രസ്റ്റ് എന്ന കാര്യമാണ് നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. तो जो अब्राहम को परमेश्वर ने प्रतिज्ञाएं दी थी, जो वायदा किया था, वाचा बांधी थी, उन सभी बातों को लेकर अब्राहम ने उसे सच मान लिया था, उस पर भरोसा किया था और वो अपने जीवन को इसी प्रकार व्यतीत करता था. കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും താൻ സച്ച് മാനിയ, പൂർണ്ണമായി കൈക്കൊണ്ടു, അത് സത്യമാണെന്ന് താൻ ആഴത്തിൽ മനസ്സിലാക്കി, ട്രസ്റ്റഡ്, ആമേ പൂർണ്ണമായി അതിൽ എന്താ പറയുന്നത്, അതിൽ വിശ്വസിക്കുന്നു, അത് സച്ച് मान लिया. जो प्रतिज्ञाएं अब्राहम को परमेश्वर ने दी थी, अब्राहम ने उन सब चीजों को जो वो सच मानता था वो सच में होंगी, वो होने वाली है, इस बात पर वो भरोसा करता था. എന്ന് പറഞ്ഞാൽ ശരിയാകുമോ, വേണോ, സത്യമാണോ, നടക്കുമോ, യാതൊരു അവിശ്വാസത്തിന് വാക്കുമില്ലാതെ സച്ച് मान लिया, അത് പൂർണ്ണമായി നടക്കുമെന്നുള്ള ഫുൾ ട്രസ്റ്റ് ദൈവത്തിൽ താൻ അർപ്പിച്ചുകൊണ്ടാണ് തന്റെ ഏകജാതനെ അർപ്പിക്കുന്നത്. वो अपने इकलौते पुत्र को इस प्रकार वो बलिदान चढ़ाने जा रहा है. वो परमेश्वर की प्रतिज्ञाओं पर पूरा भरोसा रखता है, बिना किसी संदेह के. क्या मुझे ये करना चाहिए, क्या ये कार्य करने से कुछ और तो नहीं होगा, लेकिन जो वो इस बात पर अड़ा रहता है कि परमेश्वर ने जो प्रतिज्ञा की थी वो सच होंगी, उस पर वो भरोसा रखता है. ഓർക്കുക, ഈ ഒരു പദമുണ്ട്, ട്രസ്റ്റ് എന്ന വാക്ക് നാം പഠിക്കുമ്പോൾ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ട്രസ്റ്റ് എന്നതിന്റെ പിസ്റ്റിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പിസ്റ്റിസ്, जो हम यहाँ पे हमने अभी पढ़ा है, सच मानना, भरोसा के बारे में हम पढ़ रहे थे, उसको इब्रानी भाषा में पिस्टिस बोलते हैं. എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ അർത്ഥം ഇതാണ്, ഫുൾ ഫെയ്ത്ത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺവിക്ഷൻ, എന്ന് പറഞ്ഞാൽ അല്പം പോലും അവിശ്വാസമില്ലാതെ ആ പറയപ്പെട്ട വാക്കുകളിലുള്ള പൂർണ്ണ ഭരോസ, അല്ലെങ്കിൽ മുഴുവൻ നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പുറമാണല്ലോ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള പൂർണ്ണ ട്രസ്റ്റ് എന്ന വാക്കിനെയാണ് ഇവിടെ पिस्टिस एदा वाक उद्देशिക്കുന്നത്. ये पिस्टिस जो भाषा, जो एक शब्द है इब्रानी भाषा का, इसका मतलब ये है कि बिना किसी संदेह के, बिना किसी सवाल या जवाब के पूरा भरोसा रखना. जो हम समझते हैं विश्वास से भी बढ़कर भरोसा होता है, अपना पूरा जो विश्वास है, अपना पूरा भरोसा है, वो एक बात पर अड़े रखने को हम पिस्टिस कहते हैं. और വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ, മലയാളത്തിൽ വായിക്കുന്നു, വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. और इस प्रकार लिखा है, विश्वास ही से अब्राहम ने परखे जाने के समय इसहाक को बलिदान चढ़ाया और जिसने प्रतिज्ञाओं को सच माना था. വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ട വിശ്വാസികളുടെ പിതാവ്, विश्वास के द्वारा जो बातें, प्रतिज्ञाओं को सच मानने वाला विश्वास का पिता अब्राहम. ഇന്ന് രാവിലെ വളരെ ധ്യാനത്തോടെ ഈ വാക്കുകളെ വായിക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ദൈവിക വാഗ്ദത്തങ്ങൾ എനിക്ക് പിസ്റ്റിസ് എന്ന ആ വലിയ അനുഭവത്തിലെ ട്രസ്റ്റിൽ ഞാൻ പൂർണ്ണമായി കർത്താവേ അരുളപ്പാടുകളെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാൻ കഴിയാതെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ സംഭവിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന, ട്രസ്റ്റ് ഉണ്ടായിരുന്ന അബ്രഹാമാണ് തന്റെ ഏകജാതനെ മോറിയ മലയിൽ यागमाय अर्पिക്കുന്നത്. कितने लोग विश्वास करते हैं, आज जब हम ये पंक्ति को, इस वचन को जब हम पढ़ते हैं, तब कितने लोग विश्वास करते हैं जो परमेश्वर ने मुझे प्रतिज्ञाएं दी हैं, जो परमेश्वर ने मुझसे वादा किया है, जो परमेश्वर ने मुझसे ये बातें कही हैं, उन बातों पर मैं भरोसा करता हूँ, मैं उन बातों पर विश्वास करता हूँ, वो चीजें मेरे जीवन में होंगी. हमें आज अब्राहम से इस बात को सीखना है कि वो प्रतिज्ञाओं पर अड़ा रहा, उसका इकलौता पुत्र होने के बावजूद भी वो परमेश्वर के प्रतिज्ञाओं पर वो विश्वास करता था, उसे सच मानता था. ये सब अपना इकलौता पुत्र होने के बावजूद भी उस पहाड़ पर वो अपने बेटे को बलिदान चढ़ाने जा रहा है. ഇസഹാക്കിൽ നിന്ന് അനുഭവിക്കുന്നവരല്ലോ നിന്റെ സന്തതി എന്നുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ.
जो वहां पे इस प्रकार लिखा है कि और जिससे ये कहा गया था, इसहाक से तेरा वंश कहलाएगा। 21 അധ്യായം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ആ വാക്യം വളരെ വ്യക്തമായി ദൈവിക അരുളപ്പാട് അബ്രഹാമിനോട് പറയുന്നു. 21 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ വായിക്കുന്നു, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. तो जो हम पढ़ते हैं उत्पत्ति किताब उसका 21वां अध्याय 12 उसका 12वें वचन में इस प्रकार लिखा है, परंतु परमेश्वर ने अब्राहम से कहा, उस लड़के सही उस लड़के और अपनी दासी के कारण तुझे बुरा ना लगे, जो बात सारा तुझसे कहे उसे मान, क्योंकि जो तेरा वंश कहलाएगा वो इसहाक ही से चलेगा। കണ്ടോ, ഇസഹാക്കിൽ നിന്നുള്ളവർ നിന്റെ സന്തതി എന്നുള്ള ദൈവിക വാഗ്ദത്തം ഉള്ളപ്പോൾ इसहाक ही से तुम्हारा वंश कहलाएगा, अगर ये प्रतिज्ञा है तो ദൈവത്തിന്റെ അരുളപ്പാട് നീ അവനെ യാഗം കഴിക്കണം. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി താൻ ഉറച്ചു നിന്നപ്പോൾ, അതിൽ പിടിച്ചു നിന്നപ്പോൾ, ട്രസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഉണ്ടായ യാഗങ്ങളും ഒരുക്കങ്ങളൊന്നും തന്നെ അതിൽ നിന്ന് മാറ്റുവാൻ पर्याप्तമായില്ല. जो प्रतिज्ञा परमेश्वर ने अब्राहम को दी थी, उस प्रतिज्ञा को सच मानने के बाद आगे चलकर इस बात की आज्ञा परमेश्वर से मिलती है कि उसे बलिदान चढ़ाना है, तब भी वो बिना किसी डर के, बिना किसी संदेह के कि क्या इसके अलावा परमेश्वर ने कोई और योजना बनाई है, बिना किसी संदेह के जो परमेश्वर ने प्रतिज्ञा उसको दी थी, उस प्रतिज्ञा पर वो अड़ा रहा। ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ താൻ കൈക്കൊണ്ടതിനാൽ പിന്നീട് വന്ന യാതൊരു പരീക്ഷകളും തന്നെ അതിൽ നിന്ന് പുറകോട്ട് മാറ്റുവാൻ पर्याप्तമായില്ല. കാരണം താൻ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവനായിരുന്നു. प्रतिज्ञाओं पर पूर्ण भरोसा करने के कारण आगे चलकर जो परीक्षाएं उसके जीवन में आती हैं, वो चाहे जितनी भी बड़ी थी, वो उसके विश्वास को और उसके भरोसे को नहीं डगमगा पाई। വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ട അബ്രഹാമാണ് ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്. विश्वास के द्वारा प्रतिज्ञाओं को सच मानने वाला अब्राहम ही ने इसहाक का बलिदान चढ़ाया। നീ ഒരു വലിയ രാഷ്ട്രമായി തീരും. तुम में से बहुत बड़ा एक देश निकलेगा। तू काउंटलेस अनगिनित എണ്ണിയാൽ തീരാത്ത ജനമായി മാറും. तुम में से अनगिनत जातियां निकलेंगी। നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. तुम्हारे बाल बच्चे आशीषित होंगे। അനേക രാഷ്ട്രങ്ങളുടെ പിതാവായി മാറും. अनेक राष्ट्रों का पिता तू कहलाएगा। ഇങ്ങനെയുള്ള സകല വാഗ്ദത്തങ്ങളും പൂർണ്ണമായി കൈക്കൊണ്ട അബ്രഹാമാണ് തന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ യാഗം കഴിക്കുന്നത്. विश्वास के द्वारा इन सभी प्रतिज्ञाओं को सच मानने वाला अब्राहम अपने इकलौते पुत्र को उस पहाड़ पर बलिदान चढ़ाने जा रहा है। കേട്ട അബ്രഹാമല്ല, കൈക്കൊണ്ട അബ്രഹാമാണ് തന്റെ മകനെ യാഗം കഴിച്ചത്. जो सुनाऊ अब्राहम नहीं जो अब्राहम ने जो प्रतिज्ञा जो परमेश्वर ने दी थी, जो आज्ञा जो परमेश्वर ने दी थी अब्राहम को मानने के लिए, बलिदान चढ़ाने के लिए, वो अब्राहम वैसा नहीं किया, बल्कि जो प्रतिज्ञा परमेश्वर ने दी थी उस पर विश्वास करने के कारण वो अपने जीवन को व्यतीत करता है। ആമേൻ. താൻ കേൾക്കുക മാത്രമല്ലായിരുന്നു, ആ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടു. वो प्रतिज्ञा को ना केवल सुनने वाला था, बल्कि उस पर सच मानकर भरोसा करने वाला व्यक्ति था। ദാസന്മാരെ, പലപ്പോഴും ഒരുപാട് വാഗ്ദത്തങ്ങൾ നാം കേൾക്കാറുണ്ട്. പലപ്പോഴും അത് നമ്മുടെ ട്രസ്റ്റ് എന്ന നെക്സ്റ്റ് ലെവലിലേക്ക് വരാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആ മോറിയാമലയിൽ പലപ്പോഴും നമ്മൾ കാലിടാറുണ്ട്. कई बार प्रियो, हमारे जीवन में भी इस प्रकार आता है, प्रतिज्ञाएं परमेश्वर हमसे करता है, लेकिन उस प्रतिज्ञाओं पर भरोसा न करने के कारण, पूर्ण तरीके से विश्वास न करने के कारण मोरिया पहाड़ में हमारे जब परमेश्वर जब वो परीक्षा हमारे जीवन में आती है, तब हमारे पैर डगमगाते हैं। ശ്രദ്ധിക്കുക, ട്രസ്റ്റ് എന്ന ആ നെക്സ്റ്റ് ലെവലിലേക്ക് നാം നിശ്ചയമായി പ്രവേശിക്കണം. वो जो परमेश्वर हमें प्रतिज्ञा करता है, उस प्रतिज्ञाओं पर आगे चलकर हमें भरोसा करने का जो स्तर है, वहां पर हमें पहुंचना है। അബ്രഹാം വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവനായിരുന്നു. प्रतिज्ञाओं को सच मानने वाला अब्राहम। കേൾക്കുന്നവർ ഒരുപാടുണ്ട്, പക്ഷെ കൈക്കൊള്ളുന്നവരാണ് ആമേൻ യാഗത്തിന് വേണ്ടി ആ മലയിലേക്ക് പ്രവേശിക്കുന്നത്. सुनने वाले बहुत होंगे, लेकिन इस प्रतिज्ञाओं पर भरोसा करने वाले ही पहाड़ पर स्थिर खड़े रहेंगे। രാവിലെ നമ്മോടുള്ള സകല വാഗ്ദത്തങ്ങളെയും നാം പൂർണ്ണമായി കൈക്കൊള്ളാം. जो परमेश्वर ने हमसे प्रतिज्ञाएं और वायदे किए हैं, उन सभी वायदों को हम सच माने। ഒരുപാട് വാഗ്ദത്തങ്ങൾ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് രാവിലെ നമ്മോട് ദൈവിക സന്ദേശം ഇതാണ്, ആമേൻ, നാം വാഗ്ദത്തങ്ങളെ കൈക്കൊള്ളുന്നവരായിരിക്കട്ടെ. हो सकता है हमें कई सारी प्रतिज्ञाएं वायदे परमेश्वर हमसे कहता है, लेकिन आज के दिन हमें ये निर्णय लेना है कि
कि हमसे जो परमेश्वर प्रतिज्ञा करता है उस पर हमें अड़े रहना है, उस पर हमें भरोसा रखना है। ദൈവത്തിന്റെ പൈതലെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും എനിക്കും നമുക്കും വേണ്ടിയുള്ളതാണ്. जो जो इस किताब में, पवित्र शास्त्र में जो वायदा किए गए हैं, प्रतिज्ञाएं की गई हैं, वो सब हमारे लिए, हमें उस पर विश्वास करना है। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും തലമുറയെക്കുറിച്ചുമുള്ള സകല വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പൂർണ്ണമായി ആമേൻ വാഗ്ദത്തങ്ങളെ കൈക്കൊള്ളുവാൻ ദൈവം രാവിലെ നമ്മളെ സഹായിക്കട്ടെ. व्यक्तिगत तौर से, परिवार तौर से, अगर हम कलीसिया के लिए जो प्रतिज्ञाएं इस पवित्र शास्त्र में लिखी हैं, उन सभी प्रतिज्ञाओं को हमें भरोसा कर कर सच मान लेना है। ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സന്തതി എന്നുള്ള വാഗ്ദത്തം കിടക്കുമ്പോൾ പിന്നെ ആമേൻ അബ്രഹാമിന് ആ യാഗത്തെയോ പേടിക്കേണ്ടതായിട്ട് വന്നില്ല. इसहाक ही से तेरा वंश कहलाएगा, ये प्रतिज्ञा होने के बावजूद भी अब्राहम नहीं घबराया उस इसहाक को बलिदान चढ़ाने पर। ഇസഹാക്കിൽ നിന്നുള്ളവരാണ് നിന്റെ സന്തതി. इसहाक ही से तुम्हारा वंश कहलाएगा। ഇത് കൈക്കൊണ്ട അബ്രഹാമാണ് 22-ാം അധ്യായത്തിലെ ആ അനുസരണയ്ക്ക് വേണ്ടി മുമ്പോട്ട് കടന്നു വരുന്നത്. ये जो प्रतिज्ञा परमेश्वर ने दी थी, इसहाक ही से तुम्हारा वंश कहलाएगा, ये प्रतिज्ञा पर विश्वास कर भरोसा करने वाला व्यक्ति ही यहाँ पर 22वां अध्याय जो यहाँ पे है 12वें वचन में लिखा है, वही यहाँ पे स्थिर रहेगा। രാവിലെ ഒരുപാട് ഇടങ്ങളിൽ നമ്മുടെ കാലിടറുവാൻ കാരണം പലപ്പോഴും ആ വാഗ്ദത്തങ്ങളെ കൈക്കൊള്ളുന്നവരായി മാറാറില്ല എന്നുള്ളത് കൊണ്ടാണ്. कई बार हमारे पैर डगमगाने के कारण ये है कि हम वो जो परमेश्वर ने जो प्रतिज्ञा हमसे की है उस पर हम पूर्ण भरोसा नहीं रखते हैं। നടക്കുമോ, സംഭവിക്കുമോ, ശുശ്രൂഷയിൽ അത് വെളിപ്പെട്ട് വരുമോ, എന്നിലൂടെ സംഭവിക്കുമോ, കൃപാവരങ്ങൾ വെളിപ്പെടുമോ, ആമേൻ പുതിയ നിയമത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്നിലൂടെ നടക്കുമോ എന്നുള്ള പല ആമേൻ ആ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആമേൻ നമ്മുടെ പരീക്ഷാ ഘട്ടങ്ങളിൽ നാം പരാജയപ്പെടാറുണ്ട്. क्या ये होगा, ये कैसे होगा, ये मेरे जीवन में कैसे होगा, नए नियम में जिस प्रकार परमेश्वर कार्य करता था, क्या हमारी कलीसिया में वो कार्य होगा, मेरे जीवन में कैसे होगा, इस बात को सोचकर हम डगमगा जाते हैं और अपने अपने भरोसे को तो खो देते हैं। ദൈവദാസന്മാരെ, നമ്മുടെ മനസ്സുറച്ചിരിക്കട്ടെ, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും നിറവേറും. हमारा हृदय दृढ़ होने पाए, जो परमेश्वर ने प्रतिज्ञा की है उन सभी प्रतिज्ञाएं पूरी होंगी। ആമേൻ. കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും പൂർണ്ണമായി നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബത്തിൽ നിറവേറും. जो परमेश्वर ने हमारे परिवार के लिए, हमारे कलीसिया के लिए जो प्रतिज्ञाएं दी हैं वो पूरी होंगी। ആമേൻ. നാം മോറിയാമലയെ കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നവരല്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഇസഹാക്കിൽ നിന്ന് തന്നെ ആ സന്തതി പരമ്പര ആമേൻ പുറപ്പെട്ടിരിക്കും. पहाड़ पर चढ़ते समय हमें इस बात को नहीं सोचना है कि परमेश्वर ने तो प्रतिज्ञा इसहाक ही इसके वंश की दी थी और आगे चलकर क्या होगा, लेकिन जो अगर परमेश्वर ने प्रतिज्ञा दी है इसहाक से तुम्हारा वंश कहलाएगा, तो उसी से तुम्हारा वंश कहलाएगा। നാം അടുത്ത വാക്യത്തിൽ ഇതേ പുസ്തകത്തിലെ എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തിൽ വായിക്കുന്നു. അതിന്റെ 19-ൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണിയ അബ്രഹാമിനെയാണ് നാം കാണുന്നത്. ये जो 11वां जो अध्याय है इब्रानी, उसका 19वें वचन में इस प्रकार लिखा है, क्योंकि उसने मान लिया कि परमेश्वर सामर्थी है कि उसे मरे हुए में से जिलाए, अतः उन्हीं में से दृष्टांत की रीति पर वो उसे फिर मिला। ഓർക്കുക, ആമേൻ, അവൻ അരുളപ്പാടുകളെ, വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവനായിരുന്നു. वो प्रतिज्ञाओं को, वायदों को सच मानने वाला व्यक्ति था। ആമേൻ. അതിനിടയിൽ എന്തെല്ലാം പ്രതികൂലം വന്നാലും, അല്ല വിരോധമായുള്ള പല വാക്കുകൾ കേട്ടാലും, ഇല്ല, എന്നോട് ദൈവിക വാഗ്ദത്തമുണ്ട് ഇസഹാക്കിൽ നിന്ന് തന്നെ. ആ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഇസഹാക്കിൽ നിന്നുള്ളവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ये प्रतिज्ञा को भरोसा की तरह विश्वास करने के बाद अगर कोई परिस्थिति आती है, तब भी अब्राहम, जब ऐसी परिस्थिति आती है तब भी अब्राहम बिना किसी भय के, बिना किसी संदेह के इसी प्रतिज्ञा पर अड़ा रहा। 22-ാം അധ്യായം എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന അധ്യായമാണ്. ഉൽപ്പത്തി 22. जो उत्पत्ति उसका 22वां जो अध्याय है वो आप सब जानते हैं, आप सब परिचित हैं उसमें। ദൈവം പറയുന്നു, അബ്രഹാമേ, നീ മോറിയ മലയിലേക്ക് നിന്റെ മകനുമായി കടന്നു പോകണം. तो परमेश्वर इस प्रकार कहता है कि अब्राहम से कहता है कि सुबह
तड़के उठकर तुम्हें उस पहाड़ पर चढ़ना है। ആ ചരിത്രത്തിന്റെ ഓരോ ഭാഗവും പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. मैं उन बातों को कहकर अपना समय, यहाँ पे मेरा समय समाप्त होने वाला है। അവൻ ശ്രദ്ധിക്കുക, വായിക്കുന്നു, അവർ ഒരുമിച്ച് നടന്നു എന്ന് വായിക്കുന്നുണ്ട്. वहां पे इस प्रकार लिखा है कि वे एक साथ ऊपर पहाड़ पर चढ़ रहे थे। അവൻ നമുക്കറിയാം, ഇസ്ഹാക്കിന്റെ ചുമലിൽ ആ കീറിയ വിറകുമായി യാഗത്തിന് വേണ്ടി ഉള്ള യാത്ര നമ്മെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു യാത്രയാണ്. उस मोरिया पहाड़ पर जब वो चढ़ रहा था तब हम वहां पे इस प्रकार लिखा है, इसहाक जो बलिदान करने के लिए लकड़ी अपने साथ लिए जा रहा है। हम इस दृश्य को जब अगर देखेंगे तो 3 ദിവസത്തെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്ന ഇസഹാക്കുമായുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ നാം കാണേണ്ട യാത്രയാണ്. बड़े ही थकावट के साथ 3 दिन तक यात्रा करने के बाद इसहाक के कंधे पर वो बलिदान करने के लिए लकड़ियां उसके कंधे पर हैं। इस बात को हम समझें। ദാസന്മാരെ മാറ്റി നിർത്തിയിട്ട് അപ്പനും മകനുമായുള്ള യാത്രയാണ് ആ മോറിയ മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുന്നത്. भले ही दास दासियां घर पर हैं, फिर भी जो पिता पुत्र अकेले वहां उस पहाड़ पर चढ़ने का वो दृश्य हम देख सकते हैं। സമയം കുറവാണെങ്കിലും അല്പസമയം നമുക്ക് അവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നമുക്ക് കാര്യങ്ങളെ വേഗം അവസാനിപ്പിക്കാം. समय भले ही कम है, लेकिन कुछ समय उन बातों को हम समझेंगे। വായിക്കുന്നവന് 7-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച് മുമ്പോട്ട് പോകാം. 7-ാം വാക്യം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് വിളിച്ചതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവനോട് ചോദിച്ചു. उत्पत्ति उसका 22वां अध्याय का 7वें वचन में इस प्रकार लिखा है, इसहाक ने अपने पिता अब्राहम से कहा, हे मेरे पिता। उसने कहा, हे मेरे पुत्र, क्या बात है? उसने कहा, देख, आग और लकड़ी तो है, पर होम बलि के लिए भेड़ कहाँ है? എത്ര അത്ഭുതകരമായ ഒരു പദമാണ് ആ ഇസ്ഹാക്കിന്റെ ആ ചെറിയ ബാലന്റെ അതിൽ നിന്ന് പുറപ്പെട്ട വാക്യം. വളരെ ശ്രദ്ധയോടെ ധ്യാനത്തോടെ വായിക്കണം. ये जो इसहाक जो लड़का है, ये जो बात कहता है, इस बात को हमें गौर से समझना है। ദൈവിക വാഗ്ദത്തങ്ങൾ അവരുടെ ദൈവത്തിന്റെ വചനം അവരുടെ കുടുംബത്തിന്റെ സംസാര ഭാഷയായിരുന്നു. जो परमेश्वर जो बातें कहता था वो उनके परिवार की आम बातें थी। അവരുടെ വീട്ടിലെ ആത്മിക അന്തരീക്ഷം നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കാം. जो उनके घर की जो बातें हैं उनको हम आज के सुबह हम समझें। ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇരുന്നാട്ടെ. बड़े प्रार्थना के साथ बैठे। ആ വീട്ടിലെ ആത്മിക അന്തരീക്ഷം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. उस घर की आत्मिक स्थिति हम इस पंक्ति, जब इस वचन को हम पढ़ते हैं तब हम समझ सकते हैं। ആമേ, പിതാവും മാതാവും മക്കളും, ഇവിടെ മക്കളില്ല, മകൻ ഇസ്ഹാക്കാണ് നമുക്കറിയാം. അപ്പോൾ ആ വീട്ടിനകത്തെ ആത്മീക അന്തരീക്ഷം അവരുടെ ഭാഷയിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഇവിടെ घर की जो आत्मिक स्थिति है वो हम इस वचन को देखकर हम समझ सकते हैं। അവർ യാത്ര ചെയ്യാൻ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. वे एक साथ यात्रा कर रहे हैं। അമ്മ കൂടെ ഇപ്പോൾ ഇല്ല. अभी साथ में माँ नहीं है। അപ്പനും മകനുമായുള്ള യാത്രയാണ്. पिता और बेटे, पिता पुत्र इस पहाड़ पर यात्रा कर रहे हैं। ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശരായിട്ടാണ് ഇപ്പോൾ മലയിലേക്ക് നടന്നു കയറുന്നത്. बड़े ही दूर से चलकर आने के बाद इस पहाड़ पर वो चढ़ रहे हैं। ഇതുവരെ ദാസന്മാരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അവരാരുമില്ല. അപ്പനും മകനും മാത്രം മുകളിലേക്ക് യാത്ര ചെയ്ത് അവർ അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. अभी साथ में कोई नहीं है, कोई दास दासी नहीं, अकेले इस पहाड़ पर वो चढ़ रहे हैं। മകന്റെ ചോദ്യം വളരെ ശ്രദ്ധയോടെ നമുക്ക് വായിച്ച് ഒന്ന് ശ്രദ്ധിച്ചാലോ. इस वचन को जब ये पुत्र पूछता है सवाल, तब हम इस बात को ध्यान से समझें। കണ്ടോ, ആമേ പറയുന്നു, അപ്പ ഹോമയാഗത്തുള്ള ആട്ടിൻകുട്ടി എവിടെ? हे पिता, ये होम बलि के लिए भेड़ कहाँ है? കത്തിയും വിറകും തീയുമെല്ലാം ഉണ്ട്, പക്ഷേ മുഖ്യ യാഗവസ്തു കയ്യിലില്ല. आग है, लकड़ी है, हथियार है, लेकिन जो भेड़ है, वो भेड़ जो मुख्य वस्तु है वो नहीं है हमारे पास। വിശുദ്ധന്മാരായ വിശുദ്ധ ആത്മീക പിതാവായ അബ്രഹാമിന്റെ മകന്റെ സംസാരം വളരെ ശ്രദ്ധേയമാണ്. जो विश्वास का पिता अब्राहम का जो पुत्र है, उसकी जो भाषा है, उस बात को हम समझें। ആമേ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലെ ഭാഷകൾ അറിയാം. അത് വീട്ടിനകത്തെ ആത്മീക അന്തരീക്ഷത്തെ വെളിവാക്കുന്ന വാക്കുകളായിരിക്കും നമ്മുടെ സംസാര ഭാഷയിൽ വെളിപ്പെടുന്നത്. हमारी जो भाषा है, हमारी जो बातें हैं, वो हमारे परिवार की, हमारे घर की आत्मिक स्थिति को दर्शाती है। പലപ്പോഴും നമ്മൾ യാത്രയിലെ ക്ഷീണങ്ങളെ കുറിച്ച് പറയാറുണ്ട്. कई बार हम यात्रा करते समय हमारी थकावट के बारे में हम बातों को कहते हैं। ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇപ്പോഴും എന്റെ ചുമലിലേക്ക് എന്തുകൊണ്ട് ഈ വിറക് വെച്ചു എന്ന് താൻ പിതാവിനോട് कंप्लेंट പറയുന്നതായിട്ട് കാണുന്നില്ല. इतने दूर से यात्रा कर पहाड़ पर चढ़ रहा हूँ
और मेरे कंधे पर ये लकड़ी है, इस बात की वो शिकायत अपने पिता से नहीं करता है। ആമേൻ. ദീർഘദൂര യാത്ര ഉണ്ടായ മറ്റ് അനുഭവങ്ങളുമായിട്ടല്ല അവർ യാത്ര ചെയ്യുന്നത്. ये उनके लिए कोई पुराना अनुभव, एक साथ चढ़ने का एक अनुभव उनके पास नहीं ആ है। മലയിൽ താൻ കണ്ട കാഴ്ചകളോ സുന്ദരമായ വിഷയങ്ങളോ ഒന്നും ഇസ്ഹാക്കിനോട് വിഷയമല്ല. पहाड़ पर चढ़ते समय वो आसपास का दृश्य, वो उसको ऐसा कोई बात को वो नहीं देखता है। ശ്രദ്ധയോടെ കേൾക്കുക. ആമേൻ. നമുക്കറിയാം, ആരാധന എന്ന വലിയ യാഗം എന്ന ആരാധനയിൽ അല്ലെങ്കിൽ ആ വലിയ ആത്മിക പ്രവൃത്തിയിൽ തങ്ങളുടെ ഒരുക്കത്തിലുള്ള ചില കുറവുകൾ ഇസ്ഹാക്ക് കണ്ടുപിടിക്കുകയാ. तो जो बलिदान चढ़ाने वाले हैं, जो परमेश्वर की हम आराधना करने जा रहे हैं, उस पर कुछ चीजें कमी है, कुछ बात हमारे पास नहीं है, ये बात सोचकर इसहाक पहाड़ पर चढ़ रहा है। ചെറിയ ബാലനെങ്കിലും തന്റെ ആരാധന അല്ലെങ്കിൽ തന്റെ പിതാവ് തന്നെ പഠിപ്പിച്ച തനിക്ക് പരിചയമുള്ള ആരാധനാ രീതിയിലെ കുറവുകളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവനായിരുന്നു ഇസ്ഹാക്ക് എന്ന ചെറിയ ബാലൻ. एक छोटा बालक ही सही, लेकिन पिता जिस प्रकार परमेश्वर के सामने बलि चढ़ाता है, वैसे आज चढ़ाने अगर जा रहा है तो कुछ कमी है, इस बात को वो समझ चुका था। പലപ്പോഴും പ്രായമുള്ള പിതാക്കന്മാരും പലപ്പോഴും പുരോഹിതന്മാര് പോലും മറന്നു പോകുന്ന പല കാര്യങ്ങളും ബാലനായ ഇസ്ഹാക്കിന് വേഗത്തിൽ ഓർമ്മ വന്നു. कई बार बड़े बड़े बुजुर्ग जो बात भूल जाते हैं, जो बड़े पुरोहित भूल जाते हैं, वो इसहाक को यहाँ पर याद आती है। ദിനംപ്രതി ചെയ്തു വരുന്ന കണ്ടുവരുന്ന വളരെ ശ്രദ്ധയോടെ തന്റെ പിതാവ് അനുവർത്തിച്ചു വന്ന പല കാര്യങ്ങൾ ഇന്ന് മിസ്സാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് അവരുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് കണ്ട് മനസ്സിലായപ്പോൾ പിതാവിനെ ഓർപ്പിക്കുന്ന ബാലനായ ഇസ്ഹാക്കിനെയാണ് നാം ഈ യാത്രയിൽ കാണുന്നത്. कई दशकों से जो कार्य करते हैं, जो करते आए हैं, पिता को करते हुए देखा है, इन चीजों को देखने के बाद आज कुछ कमी है, इस बात का एहसास होकर वो पिता से इस प्रकार कहता है। വളരെ ശ്രദ്ധയോടെ രാവിലെ നാം ഈ വാക്കുകൾ ശ്രദ്ധിക്കണമേ. वो हमें बड़े ध्यान से इस बात को समझना है। നിരന്തരമായി കണ്ടുവരുന്ന ആരാധനാ ശൈലിയിൽ ചില വീഴ്ചകൾ കണ്ടപ്പോൾ പിതാവിനെ ഓർപ്പിക്കുന്ന ഇസ്ഹാക്ക് പറയുന്നു, ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ മുഖ്യ വിഷയമായ യാഗവസ്തു ഇല്ലല്ലോ അപ്പ എന്ന് പിതാവിനെ ഓർപ്പിക്കുന്ന ഇസ്ഹാക്കിനെയാണ് നാം ഈ യാത്രയിൽ കാണുന്നത്. हर बार की तरह इस बार कुछ, हर बार की जिस तरह हम बलि चढ़ाते हैं, लेकिन आज कुछ कमी है, इस बात का एहसास दिलाने वाला एक पुत्र को हम देखते हैं। നിരന്തരമായി വീട്ടിൽ കണ്ടുവരുന്ന ആരാധനാ രീതിയിൽ ഇന്ന് ചെറിയൊരു മാറ്റം വന്നപ്പോൾ അതിന്റെ കുറവുകളെ കണ്ടുപിടിച്ച ഇസ്ഹാക്കിനെയാണ് നാം യാത്രയിൽ കാണുന്നത്. घर पर अलग अलग स्थान पर पिता को बलि चढ़ाते हुए देखा है, लेकिन आज यहाँ पर कुछ कमी है, इस बात का एहसास होकर वो पुत्र अपने पिता से इस प्रकार कहता है। വല്ലപ്പോഴും മാത്രം സമയം കിട്ടുമ്പോൾ, വർഷത്തെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ മാത്രം ചെയ്തു വരുന്ന യാഗം അല്ല, പിന്നെയോ നിരന്തരമായി കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് യാഗം എന്നുള്ളത് കൊണ്ട് വന്ന ചെറിയൊരു വീഴ്ചകളെയും ബോധ്യമായപ്പോൾ തന്റെ പിതാവിനോട് തുറന്നു പറയും, ഇസ്ഹാക്കേ, നീ സാധാരണ ബാലകനല്ല, ദൈവിക വാഗ്ദത്തങ്ങളെയും ദൈവത്തിന്റെ വചനങ്ങളെയും നീ ചെറുപ്രായത്തിലെ കണ്ടറിഞ്ഞവനാണ്. हर बार ऐसा नहीं है कि उसने इसके पहले बलिदान को नहीं देखा, उसने इसके पहले बलिदान को कभी अनुभव नहीं किया, बल्कि अब्राहम हर समय परमेश्वर के सामने आराधना करता था, लेकिन आज यहाँ पर कुछ कमी है। इस बात को अगर हम समझते हैं तो हम इस बात को समझें, इसहाक अपने 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 प्रतिज्ञाओं को, जो विश्वास की बातें हैं, उस बात पर विश्वास करने वाला एक व्यक्ति है इसहाक। ആത്മിക വിഷയങ്ങളെ മാത്രം ദൈവിക കുടുംബത്തെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ കൃത്യതയോടെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം നടത്തി വന്ന അബ്രഹാമിന്റെ അതേ മകൻ ബാലൻ കാര്യം മനസ്സിലായി. ഇന്നത്തെ ആരാധന ചില കുറവുകളുണ്ട്. आज्ञाकारिता के साथ बलिदान चढ़ाने वाला अब्राहम में आज कुछ कमी है, इस बात का बोध कराने वाला इसहाक को हम यहाँ पर देख सकते हैं। രാവിലെ ആത്മാവിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, എന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ആത്മിക ആരാധനയിലും ജീവിതത്തിലും വീഴ്ചകളില്ലാതെ പോകുക. കാരണം ഞങ്ങൾ നിരന്തരമായ ദൈവിക കൽപ്പന പ്രകാരം അവയെ ആചരിക്കുന്നു. ചെറിയ വീഴ്ചകൾ ഉള്ളപ്പോഴും തമ്മിൽ ബോധ്യം വരുന്ന കുടുംബാംഗങ്ങൾ എത്ര അനുഗ്രഹീതമായ കുടുംബാംഗങ്ങളാണ്. कभी कभी प्रियो इस बात को हम समझें कि कुछ भी गलती होने के बाद हमारे अपने अगर हमें सुधारते हैं तो ये कितने ही आनंद की बात है। വളരെ ശ്രദ്ധയോടെ ആത്മീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ചെറിയ വീഴ്ചകളെ അത് വലിയ വീഴ്ചയാ നമുക്ക് ബോധ്യം വരും. बड़ी आज्ञाकारिता के साथ जो कार्य करना था, उस कार्य में कुछ कमी अगर हो जाती है तो प्रियो हमें बड़ा ही दुख होता है। ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. വളരെ
എന്താ പറയുക, വളരെ ഗംഭീരമായി വളരെ സീരിയസ് ആയി നമ്മൾ ആരാധനയെ കാണുമ്പോൾ അല്ലെങ്കിൽ യാഗത്തെ കാണുമ്പോൾ അതിലെ ചെറിയ വീഴ്ചകൾ നമുക്ക് വലിയ വീഴ്ചയായി മനസ്സിലാക്കാൻ കഴിയും. अगर किसी भी परमेश्वर के सामने आराधना करते समय हम बड़े ही ध्यान के साथ, बड़े ही आज्ञाकारिता के साथ परमेश्वर की आराधना करते समय अगर हमसे छोटी कोई गलती हो जाती है तो वो हमारे लिए बहुत बड़ी बात होती है. വിശ്വാസികളുടെ പിതാവായിരുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠനായ അബ്രഹാമിനോട് ഈ യാഗത്തിന് ഒരു വീഴ്ചയുണ്ട്, കാര്യങ്ങൾ മുഴുവനുമായി നാം തയ്യാറല്ല എന്നുള്ള കുറവ് പിതാവിനെ ഓർപ്പിക്കുന്ന ഇസാക്കിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. विश्वास के पिता अब्राहम जब बलिदान चढ़ाने जा रहा है तब उससे एक बात की गलती हो गई, एक बात की भूल हो गई. इस बात का बोध कराने वाले एक पुत्र को हम यहाँ देखते हैं. നിരന്തരമായി ക്രമീകരണത്തോടെ വീഴ്ചകൾ വരുത്താതെ യാഗം കഴിച്ചു എന്ന അബ്രഹാമിനോടാണ് മകൻ ഇസഹാക്ക് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഹോമയാഗത്തിൽ ഒരു വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. हर बार बड़े ही आज्ञाकारिता के साथ समय पर सही चीजों को करने वाला अब्राहम से एक पुत्र, अपना पुत्र कहता है कि आज हमसे एक गलती हो गई. ശ്രദ്ധിക്കണമേ, അപ്പോൾ നാം നടക്കുന്ന ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ വഴികളിൽ ആരാധനാ ശൈലികളിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താറുണ്ടോ? क्या हम जब अपनी आराधना करते हैं, क्या जब हम अपने मसीही जीवन को व्यतीत करते हैं तो क्या हमारे बच्चे हमें सुधारते हैं? क्या നമ്മുടെ വീടുകളിൽ വ്യക്തമായ ആത്മീക ദർശനത്തോടെ കാര്യങ്ങൾ ക്രമീകൃതമായ രീതിയിൽ പോകുന്നെങ്കിൽ ചെറിയ വീഴ്ചകളും അവർ നമ്മളെ ബോധ്യപ്പെടുത്തും. अगर हमारा परिवार अगर आत्मिक संगति में अगर दिन ब दिन बढ़ता जाता है, आत्मिक संगति में अगर लीन है, तो हमसे अगर कोई छोटी गलती होती है तो हमारे बच्चे हमें समझाते हैं. സ്ഥിരമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥന യോഗങ്ങൾ നടക്കുന്ന വീടുകളിൽ സമയം തെറ്റിയാൽ കുഞ്ഞുങ്ങൾ നമ്മളെ ഓർമ്മിക്കും. अगर हर दिन अगर समय पर संगति होती है, आज अगर समय पर नहीं हुई तो हमारे बच्चे हमें सुधारेंगे. ആമേൻ. നമ്മുടെ വചന പഠന ശൈലികളിലോ ഏതെങ്കിലും വീഴ്ച ഏതെങ്കിലും കാര്യങ്ങളിൽ ദൈവവചനത്തിന് അപ്പുറമായി കടന്നുപോയാൽ നമ്മളെ ഓർപ്പിക്കും. കാരണം വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്. जब हम आज्ञा को ना मानकर, वचन को ना मानकर किसी कार्य को करते हैं तो हमारे बच्चे हमें सुधारते हैं. ദൈവിക ആത്മിക വിഷയങ്ങളിൽ ശുഷ്കാന്തിയോടെ നടന്നിരുന്ന അബ്രഹാമിനെ ഓർപ്പിക്കുന്ന ഇസ്ഹാക്കിന്റെ വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ആ കുടുംബത്തകത്തെ ആത്മീക ചിട്ടകൾ വളരെ സീരിയസ് ആയി അവർ കണ്ടിരുന്നു എന്ന് നമുക്ക് ഇസ്ഹാക്കിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. अब्राहम अपने जीवन पर किस प्रकार आज्ञा को मानता था, जो परमेश्वर की जो व्यवस्था के अनुसार जो चीजों को करना है उस चीजों को बड़ी आज्ञाकारिता के साथ करने वाला अब्राहम को जब ऐसा गलती जब वो करता है तो उसके बच्चे उसे सुधारते हैं. നമുക്കറിയാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നുള്ള കാര്യം. ഈ വിഷയത്തെ കുറിച്ച് ബോധ്യമില്ലാതെ ഇസ്ഹാക്ക് നോക്കുമ്പോൾ കയ്യിൽ ആട്ടിൻകുട്ടിയില്ല. जब ये आज्ञा के बारे में बलिदान चढ़ाना है इसहाक को, ये बात से अनजान इसहाक जब उस पहाड़ पर चढ़ता है तो वो कहता है हमारे पास भेड़ नहीं है. ആമേ കണ്ടോ? ആമേൻ. ആ കുഞ്ഞിന്റെ ആത്മീയ ദർശനം ഇന്ന് രാവിലെ മനസ്സിലാകുന്നുണ്ടോ? हम उस बच्चे के आत्मिक उस नजर को हम समझ सकते हैं. ആമേ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന ഒരു ബാലനായിരുന്നു ഇസ്ഹാക്ക്. चीजों की अच्छी तरीके से समझ रखने वाला एक लड़का था, एक बालक था. ആമേൻ. കാരണം ഇതാണ്, തനിക്കിതൊരു പുതിയ കാര്യമല്ല യാഗം കാണുകയും യാഗം അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വിഷയം. इसके पीछे कारण ये है कि बलिदान उसके लिए कोई नई चीज नहीं, कोई पहली बार उसे अनुभव नहीं कर रहा है. ശ്രദ്ധിക്കണമേ. ആമേൻ. യാത്രയിലെ സംസാരം ആ യാഗവുമായി ബന്ധപ്പെട്ട സംസാരമായിരുന്നു അവരുടെ ഇരുവരുടേതും. यात्रा के बीच में जब उस पहाड़ पर चढ़ रहे थे तो बलिदान की जो चीजें हैं, बलिदान के बारे में ही वो बात कर रहे थे. ആത്മിക വിഷയങ്ങളെ സംസാരിക്കുന്ന പിതാവും തന്റെ മകനും आत्मिक बातों के बारे में वार्तालाप करने वाले एक पिता पुत्र को हम यहाँ देख सकते हैं. ആമേൻ. ദൈവത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്ന അപ്പനെയും മകനെയുമാണ് കാണുന്നത്. परमेश्वर की आराधना के बारे में, उस बलि के बारे में बात करने वाले पिता और पुत्र को हम यहाँ देख सकते हैं. ശ്രദ്ധിക്കണമേ. അപ്പോൾ ആ കുടുംബത്തിന്റെ ആത്മീക അന്തരീക്ഷമാണ് നമ്മൾ ചിന്തിച്ചിരുന്ന വിഷയം. तो हमें ये इस बात को समझना है कि अभी हम समझ रहे हैं कि उस परिवार की आत्मिक स्थिति के बारे में. എന്നാൽ ഇന്നത്തെ പല ആത്മീയ കുടുംബങ്ങളിലും വലിയ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടും യാതൊരു വിഷയത്തെ കുറിച്ച് ബോധ്യമില്ലാത്തൊരു പുതിയ തലമുറയാണ് നാം ഇന്ന് കാണുന്നത്. आज हम इस बात को समझे कि परिवार में बहुत बड़े पाप होने के बावजूद भी बिना किसी बोध के, बिना किसी सुधरने के बोध से भी हमारे जो आज के जो बच्चे हैं वे आगे बढ़ जाते हैं. രാവിലെ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ യാഗത്തെ കുറിച്ച് സംസാരിക്കട്ടെ. आज हम समझे कि हमारे बच्चे आराधना के बारे में, बलिदान के बारे में बातें करें. ആമേൻ. നമ്മുടെ പുതിയ തലമുറ ആട്ടിൻകുട്ടിയെ കുറിച്ച് സംസാരിക്കട്ടെ. हमारी नई पीढ़ी जो है होम बलि के लिए भेड़ों के बारे में बात करें. യാഗപീഠവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ. बलिदान के बारे में हमारे बच्चे
बच्चे बात कर नहीं पाए। ആമേൻ ലോകത്തിലെ മറ്റിത്തരം വിഷയങ്ങളെ കുറിച്ചല്ല പിന്നെയോ ദൈവിക വിഷയത്തിൽ സംസാരിക്കുന്നവരായി തീരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. संसार की बातों को ना समझकर बल्कि आत्मिक बातों को बातें करने वाले बच्चे बने। ആമേൻ അബ്രഹാമുമായുള്ള ഇസ്ഹാക്കിന്റെ യാത്രയിൽ ലോകവുമായുള്ള ഒരു ബന്ധത്തിലെ വാക്കുള്ള പിന്നെയോ ദൈവികമായുള്ള വിഷയത്തിൽ ഹോമയാഗവുമായി ബന്ധത്തിലുള്ള ആമേ സംസാരമാണ് നാം അവർ തമ്മിൽ നടത്തുന്ന സംസാരത്തിൽ കാണുന്നത്. यात्रा पर पहाड़ पर चढ़ते समय और अन्य बातों पर ना ध्यान देकर बल्कि बलिदान जो करने जा रहे हैं उस बातों की उन बातों को आपस में वार्तालाप करने वाले पिता पुत्रों को हम यहाँ देखते ആ കുടുംബത്തിന്റെ പുരോഹിതനായിരുന്ന അബ്രഹാമിനെ ചെറിയ വീഴ്ചകളിലും തന്നെ അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടെന്ന് ബോധ്യം വരുന്ന പിതാവായ ആമേ ഉത്തരവാദിത്തമുള്ള മകനായി നമുക്ക് ഇസ്ഹാക്കിനെ കാണാം. उस घर का जो है मुखिया जो अब्राहम से बलिदान करते समय कुछ गलती हो रही है इस बात का बोध कराने वाला एक जिम्मेदार पुत्र को हम यहाँ देख सकते हैं. അപ്പോൾ കുടുംബത്തിലെ പിതാവും മാതാവും മകനും ആമേൻ ആ കുടുംബം മുഴുവൻ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് യാഗത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. अगर वो परिवार का हर सदस्य अगर अपनी जिम्मेदारी को पूरी करता है तभी बलिदान जो है जो आराधना है वो पूरी होगी. ആമേ വന്ന് ആമേ ഒരു വീഴ്ച ആമേ ഒരു കയ്യിൽ ഇല്ലാത്തൊരു വിഷയത്തെ ബോധം വരുത്തി നമുക്കറിയാം ഒരുമിച്ച് നടന്നു നീങ്ങുന്ന ആ അബ്രഹാമിന്റെ കുടുംബത്തെയാണ് നാം ഈ മോറിയയിലേക്കുള്ള യാത്രയിൽ കാണുന്നത്. एक साथ एक पूरा परिवार उस पहाड़ पर चढ़ रहा है. उस आत्मिक स्थिति को आपस में वो बलिदान के बारे में बात कर रहे हैं. इस दृश्य को हम देख रहे हैं. ഒരുവന്റെ വീഴ്ചയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ആമേ മറ്റൊരുവൻ. एक से गलती हो रही है उस गलती को सुधारने वाला एक दूसरा व्यक्ति वहां पर मौजूद है. അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ആമേ ഹോമയാഗത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ അവർ ആമേ ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. होम बलि जो वो करने जा रहे हैं उसके लिए वो तैयारी के साथ जा रहे थे. നമുക്കറിയാം എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു, അവിടെ ഇസ്ഹാക്കിനെ ഞാൻ കഴിക്കണമെന്നുള്ളതായിരുന്നു. लेकिन वहां पर आगे चलकर इसहाक को बलिदान करना है. वहां पे हम बातों को समझते हैं, जानते ഈ हैं. വിഷയത്തെ കുറിച്ച് ഇസ്ഹാക്കിന് ബോധ്യം ഉണ്ടായിരുന്നില്ല. लेकिन इस बातों को इसहाक नहीं जानता है. എന്നാൽ നമുക്കറിയാം ആ മലയിൽ ദൈവം ഒരു ആമേ ആട്ടുകൊറ്റനെ ഇസ്ഹാക്കിന് പകരമായി ഒരുക്കിയിരുന്നു. लेकिन इसहाक के बदले उस पहाड़ पर एक मेड़ को वहां पे परमेश्वर ने उपाय करके रखा है. हम आगे चलकर बातों को समझते हैं. രാവിലെ ആത്മാവിൽ സന്ദേശങ്ങളെ ശ്രദ്ധിച്ചാൽ बड़े ही ध्यान से गंभीरता के साथ परमेश्वर के सामने इस बातों को समझेंगे तो യാഗപീഠവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. സ്വർഗത്തിൽ നിശ്ചയമായി നമുക്ക് വേണ്ടി കോലാട്ടുകൊറ്റ ഒരുക്കുന്ന ദൈവമുണ്ട്. അവൻ നമുക്ക് വേണ്ടി സമയത്ത് കാര്യങ്ങളെ ഒരുക്കും. अगर परमेश्वर के सामने बलिदान और आराधना की जिम्मेदारी रखने वाले हमारे लिए अगर हम जिम्मेदार हैं तो हमारी जिम्मेदारी रखने वाला एक परमेश्वर स्वर्ग में विराजमान है. അബ്രഹാം ദൈവിക അരുളപ്പാടുകളിൽ വിശ്വസ്തയോടെ നിലകൊണ്ടു. परमेश्वर के सामने बलिदान चढ़ाने वाला जो अब्राहम बड़े ही विश्वास के साथ और भरोसे के साथ आता है. അവരുടെ കുടുംബത്തിനകത്തെ ആത്മിക വിഷയങ്ങളിലെ ആമേൻ വളരെ അതിന്റെ മഹത്വമാണ് നാം രാവിലെ ശ്രദ്ധിച്ചു വന്നത്. उस परिवार की आत्मिक स्थिति उसके बोलचाल में बहुत ही प्राथमिकता रखती है. हम इस बात को समझ रहे थे. വീഴ്ചകളില്ലാതെ യാഗം കഴിച്ചിരുന്ന അബ്രഹാമിനെ കുടുംബത്തെ നാം കാണുന്നു. बिना किसी गलती के बलिदान चढ़ाने वाला अब्राहम ആമേ ചെറിയൊരു വീഴ്ചകളെ അഥവാ പറ്റിയാൽ അവയെ തമ്മിൽ ബോധ്യപ്പെടുത്തുന്ന आमे कुटुंबांगങ്ങൾ. छोटी सी अगर कोई गलती होती है तो उस बात का सुधारने वाले आपस में जो अपने लोग वहां पर मौजूद हैं. ആമേ കുടുംബത്തിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ആമേ യാഗത്തെ നിയമങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. घर के छोटे बच्चों को भी उस बलिदान के बारे में चीजों के बारे में पता था. ആത്മിക വിഷയങ്ങളിൽ വളരെ പരിജ്ഞാനമുണ്ടായിരുന്ന ആമേൻ കുഞ്ഞുങ്ങൾ പോലും പരിജ്ഞാനമുള്ളവരായിരുന്നു. आत्मिक तौर से बड़ी समझ रखने वाले बच्चे उस परिवार में थे. ഇന്ന് രാവിലെ നമ്മുടെ കുടുംബത്തെ ഒന്ന് അല്പമായി ശോധന ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേ രീതിയിൽ സംസാരിക്കുന്നവരാണോ? क्या हमें इस बात को जांचना है हमारे बच्चे इस प्रकार हैं कि नहीं. ആമേ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ വാക്ക് നാം കേൾക്കാറുണ്ടോ? क्या हम अपने बच्चों की बातें सुनते हैं कि नहीं. ആമേൻ നമ്മുടെ വീഴ്ചകളെ കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ ആമേൻ ഗൗരവത്തോടെ ആ വിഷയങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? हमारी गलती पे क्या हमारे बच्चे जब कहते हैं तो क्या हम बातों को सुनते हैं कि नहीं. ആമേ അവർ പറയുന്ന വിഷയങ്ങൾക്ക് ആമേ വളരെ ഗൗരവത്തോടെ മറുപടി കൊടുക്കാറുണ്ടോ ആത്മിക വിഷയത്തിൽ? क्या जब वो आत्मिक बातें हमसे कहते हैं तो क्या हम उसका उत्तर देते हैं क्या. ആമേ കുഞ്ഞുങ്ങളുടെയും മുലകുടിക്കുന്നതിന്റെ വായിലും ദൈവത്തെ വചനം കേൾക്കുമ്പോൾ നാം അവയ്ക്ക് വേണ്ട ബഹുമാനവും ആദരവും കൊടുക്കാറുണ്ടോ? जो वो बातें कहते हैं तो क्या हम उन बातों का मान रखते हैं कि नहीं. ആമേ നമുക്കറിയാം കർത്താവിന്റെ വിഷയം നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ 12ാമത്തെ വയസ്സിൽ താൻ ആമേ കർത്താവ് യെരുശലേമിൽ വചനം സംസാരിച്ചെന്ന് വായിക്കുന്നുണ്ട്. अगर प्रभु यीशु मसीह के बारे में समझे तो 12 वर्ष की उम्र में ही वो आराधनालय में जाकर आत्मिक बातों की चर्चा करने वाला व्यक्ति था. ആമേൻ യോസഫിന്റെയും മറിയയുടെയും കുടുംബത്തിനകത്തെ ആത്മിക അന്തരീക്ഷമാണ് ശിശുവായ കർത്താവിനെ 12ാമത്തെ വയസ്സിൽ ദൈവിക
അതെ വചനങ്ങളിൽ ആഴത്തിൽ ജ്ഞാനവും അറിവും പകർന്നിരുന്നത്. जो उस परिवार जो यूसुफ और मरियम का जो जो परिवार में जो आत्मिक स्थिति थी, आत्मिक जो बातें होती थी, वही आगे चलकर प्रभु यीशु मसीह के जो बातों में हम समझ सकते हैं। തിമത്യോസിനെ കുറിച്ച് പറയുന്നു, പൗലോസ് പറയുന്നു രണ്ടാമത്തെ ലേഖനത്തിൽ, ബാല്യം മുതൽ നീ അറിഞ്ഞ ആത്മീക വചനങ്ങൾ. അപ്പോൾ തിമത്യോസിന്റെ വളർച്ചയുടെ പുറകിൽ തന്നെ കുടുംബത്തിലെ ആത്മീക അന്തരീക്ഷം ഉണ്ടായിരുന്നു. तिमोथेयुस का जो दूसरा पत्री में पौलुस इस प्रकार कहता है, तू बचपन से ही इन बातों को समझता है। जिस प्रकार हम इन बातों को समझ सकते हैं कि तिमोथेयुस को बचपन से ही उसके परिवार ने इस प्रकार नवाजा, इस प्रकार उसका पालन पोषण किया। കർത്താവ് യെരൂശലേമിലേക്കുള്ള യാത്രയിൽ, നമ്മുടെ കർത്താവിന്റെ യാത്രയിൽ കുഞ്ഞുങ്ങൾ ഹോസാന പാടി ആരാധന ചിത്രമുണ്ടല്ലോ. ശ്രദ്ധയോടെ നിങ്ങൾ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ? जब प्रभु यीशु मसीह यरूशलेम में जब वो विजय प्रवेश करते हैं तो बच्चे खड़े होकर होसन्ना गाते हैं। क्या ये दृश्य हमें याद है? യഹൂദ കുടുംബങ്ങളിൽ ശിശുക്കളെ ചെറുപ്രായത്തിലെ ന്യായപ്രമാണത്തിന്റെ ആദ്യ പാഠങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലായി വരുന്നവൻ മറ്റാരുമല്ല, ഇവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശുവിനെ പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ യേശുവിനെ അതെ ഹോസന്ന പാടി ആരാധിക്കുന്ന ശിശുക്കൾ യേശുവിന്റെ ചുറ്റും കൂടിയത്. जब ये विजय प्रवेश प्रभु करता है तो वो बच्चे इस बात को समझ गए थे कि यही आराधना के योग्य है, तभी वे आगे चलकर परमेश्वर की आराधना करते हैं। നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ കുടുംബത്തിനകത്ത് ദൈവിക വചനത്തിന്റെ വലിയ ശബ്ദം വെളിപ്പെട്ട് വരട്ടെ. वो परमेश्वर जो हमारे परिवार में जो है, हमारे आत्मिक बातों को आगे चलकर परमेश्वर की बातें हमारे बातों में झलकने पाए। വളരെ സീരിയസ് ആയി അതിന്റെ ഗൗരവത്തോടെ ആരാധനാ രീതികൾ അല്ലെങ്കിൽ ആത്മിക വിഷയങ്ങൾ സംസാരിക്കുന്നവരായി നാം മാറട്ടെ. बड़ी गंभीरता के साथ आत्मिक बातों को हम अपनी आम तौर पर आम भाषा पर हम बात करें। ആത്മീയ വിഷയങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കട്ടെ നാം എല്ലാവരും. हम सब आत्मिक समझ को अपने बातों पर कहने वाले बने। നമ്മുടെ കുടുംബത്തിലെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ദൈവിക വചനം നന്നായി പറയുന്നവരായിരിക്കട്ടെ. घर के छोटे बच्चे भी आत्मिक बातों को कहने पाए। പിതാക്കന്മാർ വരുത്തിയ ചെറിയ ചെറിയ വീഴ്ചകളെ ബോധ്യം വരുത്തുന്നവരായ കുഞ്ഞുങ്ങൾ മാറട്ടെ. हमारे बाप दादाओं ने जो गलती किया था उस बात को सुधारने वाले बच्चे होने पाए। ആമേൻ. നമ്മുടെ വീഴ്ചകളെ തിരുത്തുന്നവരായ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. हमारे बच्चे जो हैं हमारी गलतियों को हमको बोध कराने वाले बने। ആമേൻ. അവരുടെ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നവരായി നാം മാറണം. उनकी बातों को सुनकर उनकी बातों को हम समझने वाले बन सके। ഹല്ലേലൂയ. आमेन। മോറയിലേക്കുള്ള യാത്രയിൽ ആമേൻ തന്റെ വാക്കുകൾ കേട്ടോ. അപ്പ എല്ലാം ഉണ്ട്, പക്ഷെ ആട്ടിൻകുട്ടിയില്ല. पहाड़ पर चढ़ते समय पुत्र कहता है, हे पिता हमारे पास सब कुछ है, भेड़ नहीं है। ആമേൻ. ഇസ്ഹാക്ക് എല്ലാം മാറി മാറി നോക്കി ഈ ആരാധനയിൽ എന്തെല്ലാം കുറവുകളുണ്ട്, അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ടാണോ, നാം തയ്യാറായിട്ടാണോ പോകുന്നത് നോക്കിയപ്പോൾ പെട്ടെന്ന് വലിയ വീഴ്ച ഇസ്ഹാക്കിന്റെ ബുദ്ധിയിലേക്ക് ഓടി വരികയാണ്. बलिदान के लिए जब वो उस पहाड़ पर चढ़ रहा था तो इसहाक इस बात को परख रहा था, समझ रहा था कि क्या हमारे पास सब चीजें हैं कि नहीं। तब वो देखता है हमारे पास भेड़ नहीं है। ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. इतना ही आशीषित परिवार है अब्राहम का परिवार। തീർത്തും ആത്മീക അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന, അല്ലെങ്കിൽ ആ കുടുംബാന്തരീക്ഷം തീർത്തും ആത്മീക നിലവാരത്തിൽ മുമ്പോട്ട് പോയ കുടുംബമായിരുന്നു. एक आत्मिक तरीके से आत्मिक स्थिति में बढ़ने वाला एक परिवार है अब्राहम का परिवार। ആത്മാവിൽ രാവിലെ പ്രാർത്ഥിക്കാമോ, ദൈവമേ എന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ വളരട്ടെ. आत्मा में प्रार्थना करें, प्रभु हमारे बच्चे आत्मिक तौर से बढ़े। ആമേ. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ അരുളപ്പാടുകൾ പൂർണ്ണമായി വെളിപ്പെട്ട് വരട്ടെ. प्रभु आपकी प्रतिज्ञाएं हमारे परिवार में पूरी होनी पाए। യാഗപീഠത്തിന് ചുറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. बलिदान के उसी बलिवेदी के उसी आसपास में हमारे बच्चे बढ़ने पाए। നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ സംസാര വിഷയങ്ങൾ ദൈവത്തിന്റെ യാഗപീഠവുമായ ബന്ധത്തിലായിരിക്കട്ടെ. हमारे आपस में जो बातें हैं वो परमेश्वर की आराधना के बारे में होने पाए। ക്രിസ്ത്യ ജീവിതത്തിലെ വീഴ്ചകളെയും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെയും ബോധ്യപ്പെടുത്തുന്നവരായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. मसीह जीवन में हमसे जो गलतियां होती हैं, जो हमसे कोई जो गलती होती है, उन बातों को हमें बोध कराने वाले बच्चे बने। ലോകത്തെ വിഷയങ്ങളുടെ പിന്നെയോ ആത്മിക വിഷയങ്ങൾ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. आत्मिक बातों को हमसे बात करने वाले बच्चे बने। യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. इन बातों को बहुत जल्द होने पाए। ദൈവത്തിന്റെ വചനങ്ങളെ മുറുകെ പിടിക്കാം. परमेश्वर के वचन को हम दृढ़ता से थामे रहे। നിശ്ചയമായ ദൈവിക വാക്കുകൾ നിറവേറും. परमेश्वर की प्रतिज्ञाएं पूरी होंगी। നിശ്ചയമായി നിറവേറും. परमेश्वर की बातें पक्का पूरी होंगी। ആമേൻ. ഇസ്ഹാക്കിൽ നിന്നല്ലോ നിന്റെ തലമുറ, നിന്റെ സന്തതി പുറപ്പെട്ടു വരുന്നത്. इसहाक ही से तो तुम्हारा वंश कहलाएगा। ആമേൻ. രാവിലെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. मैं आज की सुबह इन बातों कहकर अपने शब्दों को विराम देता हूं। ദൈവത്തിന്റെ ഒരു വാഗ്ദത്തങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയില്ല. परमेश्वर की कोई भी वायदों में कमी नहीं होगी। ആമേൻ. ഇസ്ഹാക്ക് നിന്റെ തലമുറയുടെ ആമേ മൂൽ സ്രോത്ത് ബൻ ജായെങ്കെ. ദൈവം ആമേ നിന്റെ തലമുറയുടെ
ആ തലമുറ ഇസ്ഹാക്കിൽ നിന്ന് പുറപ്പെടും ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനിടയിലെ ആമേൻ വിഷയങ്ങളൊന്നും തടവാൻ പര്യാപ്തമാകില്ല. अगर प्रतिज्ञा इस प्रकार है कि इसहाक ही से तेरा वंश निकलेगा, तो वही इसहाक ही से तुम्हारा वंश निकलेगा। इसके बीच में, इसके मध्य में कोई भी बाधा, कोई भी परिस्थिति नहीं आएगी। എന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾ നിറവേറും. जो परमेश्वर ने मुझसे प्रतिज्ञा की है, वो प्रतिज्ञाएं पूरी होंगी। എല്ലാ വാക്കുകളും അതുപോലെ തന്നെ നിറവേറും. सभी बातें अपनी बातों के अनुसार ही पूरी होंगी। ഞാൻ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. मैं उन पर पूरी तरीके से, पूर्ण तरीके से विश्वास करता हूँ। നമുക്ക് ഒരുമിച്ച് പറയാമോ, ഞാൻ സകല ദൈവിക വാഗ്ദത്തങ്ങളിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവനാണ്. हम मिलकर कहें, प्रभु के हर वायदों पर हम पूर्ण तरीके से विश्वास करने वाले हैं। കാലം മാറിയാലും ജീവിതത്തിലെ പ്രശ്നങ്ങളും പരീക്ഷകളും മാറി മാറി വന്നാലും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ വചനങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കും. चाहे समय बदले, चाहे वंश बदले, चाहे परिस्थितियां बदले, परमेश्वर की जो बातें हैं वो कभी ना टलेंगी। നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി നിറവേറും. जो परमेश्वर ने हमारे बच्चों के लिए प्रतिज्ञा की है, वो बहुत जल्द पूरी होंगी। നമ്മുടെ തലമുറയിലൂടെ ദൈവിക മഹത്വം വെളിപ്പെടും. हमारी पीढ़ी के द्वारा परमेश्वर की महिमा होगी। ആമേൻ. നമ്മുടെ തലമുറകൾ ആത്മീക നിലവാരത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കും. हमारे बच्चे, हमारी जो पीढ़ी है वो आत्मिक तौर से बढ़ने वाली पीढ़ी बनेगी। ആമേൻ. നാം ചെയ്തതിലും അധികം ശുശ്രൂഷ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യും. हमने जो कार्य किया उससे बढ़कर हमारे बच्चे करेंगे। ആമേൻ. നാം ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. हमसे जो कार्य नहीं हुआ उनसे बढ़कर, हमसे बढ़कर काम परमेश्वर हमारे बच्चों से कराएगा। നാം ഒരുമിച്ച് ആത്മാവിൽ പറയാമോ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. मिलकर कहें, हमारे बच्चे, हमारा जो हमारी पीढ़ी है वो आशीषित है। യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. वो चीजें होंगी, वो चीजें होने पाए, हम प्रार्थना करें। നിശ്ചയം ആത്മാവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ എന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. आत्मा में भरकर कहें कि हमारे बच्चे आत्मिक तौर से आशीषित हैं। ആമേൻ. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. हमारे बच्चे, हमारे परिवार के बच्चे आशीषित हैं, കാരണം അവർ ബലിവേദിയുടെ അടുക്കലാണ് വളരുന്നത്. क्योंकि वो बलिवेदी के आसपास ही वो पले बड़े हैं। അവർ ആരാധനയിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. आराधना को मुख्य प्राथमिकता देने वाले हैं। അവർ ദൈവിക വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ്. वो परमेश्वर की वायदों पर पूरी तरीके से विश्वास करने वाले हैं। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। നിശ്ചയമായി വിശ്വസിക്കാം. യെസ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി നിറവേറും. परमेश्वर की प्रतिज्ञाएं पूरी होंगी, विश्वास है। അരുളപ്പാടുകൾ പൂർണ്ണമായി ഉറച്ചു നിൽക്കാം. प्रतिज्ञाओं को सच माने, അത് സംഭവിക്കും. वो पूरा होगा, അത് പൂർണ്ണമാകും. वो पूरा होगा। അബ്രഹാമിന്റെ ആത്മാവിൽ പറയാം, യെസ്, ഇസ്ഹാക്ക് ഒരു വലിയ രാഷ്ട്രമായി മാറും. अब्राहम से कहें आत्मा में कि इसहाक से बहुत बड़ा वंश कहलाया जाए। നിശ്ചയമായും അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്ക് നിമിത്തം ഭൂമണ്ഡലത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. इसहाक के द्वारा पूरे भूमंडल के सारे कुल आशीष पाएंगे। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all. आमेन। Praise the Lord.